നിങ്ങൾ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? PNB പ്രോഗ്രാമിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാമോ? എനിക്ക് PNB വഴി ഇവിടെ വരാൻ വേണ്ടി വന്ന ചിലവ് എത്രയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ വന്ന ഏജൻസി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഹലോ എവരിവൺ, കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു PNBയുടെ പ്രോസസ്സ്, അതുപോലെ ഞാൻ കാനഡ എങ്ങനെ എത്തി എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എനിക്ക് PNBക്ക് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായി, അതുപോലെ IELTS എന്താ വേണ്ടി വന്നത്, എന്ത് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, ഇപ്പം ഞാൻ എവിടെയാണുള്ളത്, എങ്ങനെ ഒരു ജോലി കണ്ടെത്താം PNBക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ക്രൂസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ദുബായിലും കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കൊറോണയുടെ സമയത്ത് ഞാൻ നാട്ടിൽ വന്ന് സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇങ്ങനെ കാനഡയിലേക്ക് അവസരങ്ങളുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിങ്ങനെ അന്വേഷിച്ചാൽ പറഞ്ഞു ഷിപ്പിൽ ഫാമിലിയൊക്കെ ആയിട്ട് അകന്ന് കുറച്ച് കാലമായിട്ട് നിൽക്കുകയല്ലേ, ഇനി എന്നാൽ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആവാൻ നോക്കാം, കാനഡ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോസസ്സിലേക്ക് വരുന്നത്. അപ്പം ആദ്യം വന്നിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ സൂപ്പർവൈസറി എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, അതുപോലെ IELTS വന്നിട്ട് 5 ബാൻഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സൂപ്പർവൈസറി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞെന്ന് ഇത് നടക്കത്തില്ലായിരിക്കും, എനിക്ക് സൂപ്പർവൈസറി എക്സ്പീരിയൻസ് ഇല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്. അപ്പോൾ അവനിങ്ങനെ IRCCയുടെ ഒരു ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് പറഞ്ഞു PNB ചെയ്യാം നമുക്ക്, PNBയിൽ നോവാസ്കോഷ്യയിൽ ഇപ്പോൾ ആളുകളെ എടുക്കുന്നുണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റുകാരെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു ട്രൈ, എന്തായാലും പ്രായം കൂടി പോവാണ്, അപ്പോൾ ഒരു ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നാൽ PNB ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിയിൽ കോണ്ടാക്ട് ചെയ്തു. അവർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു അവിടെ ആ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തൊരു 1 മന്തിനുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം സെറ്റായി, ഇവിടെ ജോലി കിട്ടി. എന്നിട്ട് PNBക്ക് അപ്ലൈ ചെയ്തു. PNBക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട മെയിൻ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എംപ്ലോയറിൽ നിന്നിട്ട് ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ജോലി കിട്ടിയത് കൊണ്ട് PNB അപ്രൂവലായി കിട്ടി. സിമ്പിളായിട്ട് PNB അപ്രൂവലായി. ഒരു അപ്ലൈ ചെയ്തൊരു 1 മന്ത് 2 മന്ത്സിനുള്ളിൽ PNB അപ്രൂവൽ വന്നു. പിന്നെ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കുറേ ഡിലേ ആയി. എനിക്ക് ഓൾമോസ്റ്റ് വിസ വരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയറോളം ടൈം എടുത്തു. കാരണം കൊറോണയുടെ കാരണമായിട്ട് കുറേ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് വരേണ്ടി വന്നു. പിന്നെ ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് PR അപ്ലൈ ചെയ്തിട്ടാണ് വന്നത്. ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ IELTS വേണ്ടി വന്നു. IELTS ഞാൻ ദുബായിലുള്ള സമയത്ത് തന്നെ ഇരുന്ന് എഴുതി. അവിടുന്ന് എനിക്ക് 6.5 കിട്ടി, ഓവറോൾ 6.5 കിട്ടി. ലിസണിങ്ങിന് 7, ബാക്കി എല്ലാത്തിനും 6.5, റൈറ്റിങ്ങിനാണെന്ന് തോന്നുന്നു 6 കിട്ടിയത്. അപ്പോൾ ഓവറോൾ 6.5 കിട്ടി. സംഭവം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ദുബായ് കൊണ്ട് കുറച്ചും കൂടെ കിട്ടിയെന്ന് തോന്നുന്നു, കാരണം ഞാൻ ക്ലാസ്സിൽ ഒന്നും പോകാതെ ചുമ്മാ പോയിട്ടൊരു ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ PNBക്ക് വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ CLB 5 കണ്ടാണ് പറഞ്ഞത് അവർ IELTSന് സ്കോർ വേണമെന്ന്. പക്ഷേ CLB 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ IELTS വന്നിട്ട് 3.5, അങ്ങനെ ലോ സ്കോറാണ്, സിമ്പിൾ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞത് PNBക്ക് വേണ്ടിയിട്ട് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതുപോലെയൊക്കെയാണ്. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമേ വന്നില്ല എനിക്ക് ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊരു കാനഡയ്ക്കൊക്കെ വരാൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും PNB വഴിയായിട്ട് നമുക്ക് കാനഡയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെന്താണ്, ഞാൻ വന്ന പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ നോവാസ്കോഷ്യ എന്ന് പറയുന്നൊരു പ്രൊവിൻസാണ്. അതിൽ ഡിഗ്ബി എന്ന് പറയുന്നൊരു ചെറിയ സ്ഥലമാണ്. കാരണം ഇവിടെ അധികം ആൾക്കാരെ ഒന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അവർ ഹയർ ചെയ്യുന്നത്. PNB എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഉൾപ്രദേശങ്ങളിലേക്കായിരിക്കും നമുക്ക് PNB വഴിയിട്ട് ആദ്യം ജോലി കിട്ടാൻ പോകുന്നത്. ഈ പ്രദേശത്ത് തന്നെ ഞാനും വേറൊരു ചേട്ടനും മാത്രമേ ഉള്ളൂ മലയാളികളായിട്ട്. അങ്ങനെ 2-3 പേര് അത്രേ ഉള്ളൂ ഈ ഒരു 200 കിലോമീറ്ററിൻ്റെ ചുറ്റവട്ടമല്ല. എയർപോർട്ടിലേക്കൊക്കെ വന്നിട്ട് ഒരു 250 കിലോമീറ്ററോളം ദൂരമുണ്ട്.
ഭയങ്കര ഉൾപ്രദേശം ഒന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യത്തിന് വേണ്ട വാൾമാർട്ട് അങ്ങനത്തെ ഉള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കടൽ തീരമാണ്, അപ്പോൾ കുറച്ച് ടൂറിസം ഒക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നൊരു സ്ഥലമാണ്. പിന്നെ കൂടുതലായിട്ടും വയസ്സായ ആൾക്കാരാണ് ഇവിടെ സെറ്റിൽഡ് ആയിരിക്കുന്നത്. നമ്മുടെ കാര്യത്തിലേക്ക് വരട്ടെ. അപ്പം മെയിനായിട്ട് വന്ന് PNB എനിക്ക് അപ്രൂവൽ കിട്ടി ഒരു 3 months കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വന്നിട്ട് 2021 എൻഡിൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. 2023 കാനഡ എത്തിയത്. അപ്പോൾ 2022 നവംബർ ആയപ്പോഴത്തേനും എനിക്ക് വിസ അപ്രൂവൽ വന്നു, പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ മെഡിക്കൽ എടുക്കേണ്ട വന്നു, അതുപോലെ ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി, മെഡിക്കലിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം കിംസിലുമാണ് പോയത്. ബാക്കിയെല്ലാം പ്രോസസ്സ് സിമ്പിളായിട്ട് നടന്നു. ഇതിന് വേണ്ടുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ചാനലിലുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഏജൻസി കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ജെന്യുവിനാണ്. കാരണം ഞാൻ PNB ഇങ്ങനെ ചെയ്യുമ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ PNBയിൽ ഇവിടെ എത്തിപ്പറ്റിയ ആൾക്കാരെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ കാനഡയ്ക്ക് വരാൻ വേണ്ടി PNB പ്രോഗ്രാം എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഞാൻ വന്ന ഏജൻസി, അതുപോലെ എനിക്ക് വന്ന കോസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ തരാം, അല്ലെങ്കിൽ ചാനലിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാത്തിലും കനഡിയൻ പ്രവാസി തന്നെയാണ് പേര് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് നവംബർ 2022 പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തു. എങ്കിലും ഞാൻ ഇങ്ങോട്ട് കയറിയത് ഫെബ്രുവരിയിലാണ്. എനിക്ക് ഓൾറെഡി ക്രൂസിൻ്റെ US വിസ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് US വഴി കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 62,000 ചിലവ് വന്നുള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. കാരണം അന്നേരം ടൊറോണ്ടോ വഴിയൊക്കെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷത്തിനടുത്തൊക്കെ ആയിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ്. അപ്പോൾ US വഴി വന്നപ്പോഴത്തേനും അത് വെറും 64,000 വന്നു. അത് പറഞ്ഞാൽ ഒരു ഹാഫ് പ്രൈസിൽ നമുക്ക് ടിക്കറ്റ് കിട്ടി. പിന്നെന്താണ്, അപ്പോൾ വന്നു. പിന്നെ പിക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ഏജൻസി നമ്മളെ റൂമിലാക്കി. ഇപ്പം ജോലിക്ക് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു 2 months PR കിട്ടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഫാമിലി ഓൾറെഡി ഞാൻ PR അപ്ലൈ ചെയ്തിട്ടാണ് വന്നത്. ഫാമിലി എൻ്റെ ഒപ്പം തന്നെ അവരുടെ പേപ്പേഴ്സും ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് മെഡിക്കൽ വരെ ആയിട്ടുണ്ട്. ബയോമെട്രിക് കഴിഞ്ഞു, മെഡിക്കലായി. അപ്പോൾ അത് കഴിഞ്ഞൊരു 2-3 months എന്തായാലും വരുമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ PR പ്രോസസ്സ് പറയുന്നത് PNBയിൽ ഒരു 18 months ഒക്കെയാണ്. ഇപ്പോൾ വന്നിട്ട് 2 year ഒക്കെ ആയി. 2 yearനടുത്തായി നമ്മൾ PNB അപ്രൂവൽ കഴിഞ്ഞിട്ട്. അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 months ആവുന്നുള്ളൂ നമ്മൾ PRന് വേണ്ടിയിട്ട്. എന്നാലും ടോട്ടൽ പ്രോസസ്സ് വന്നിട്ട് ഇപ്പോൾ ഒരു 2 years ആയി. അപ്പോൾ എന്തായാലും PR വരാറായിട്ടുണ്ട്. എന്നിട്ട് വേണം ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രൊവിൻസിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കുറച്ചും കൂടെ ടൗണിലേക്ക് മാറാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെന്താണ്, അപ്പം നിങ്ങൾക്ക് PNBനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ IRCC ഏജൻറ്റ് കാര്യങ്ങളൊന്നും അല്ല. ഞാൻ വന്ന ഏജൻസിയുടെയും അതുപോലെ തന്നെ എനിക്ക് വന്ന ചിലവ് കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ ചെയ്യാവുന്നതാണ്. കാരണം ഓരോ ഏജൻസിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ലൈവായിട്ട് യൂട്യൂബിലൊക്കെ വന്ന് പറയുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയാം. ഓക്കെ, സംഭവം ജെന്യുവിനാണ്. കാരണം ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സ് ഓൾറെഡി ഇവിടെ വന്നു ആ സെയിം ഏജൻസി വഴിയായിട്ട്. അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ട് എങ്കിൽ, അതുപോലെ ഇപ്പോൾ സൂപ്പർവൈസറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, സൂപ്പർവൈസറി ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസയിലേക്കും അവർ ആ സെയിം ഏജൻസി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും തരാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കനേഡിയൻ സ്റ്റോറി എന്ന് പറയാൻ അത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കാനഡ എത്തിയ ആളാണ് ഞാൻ. ശരിക്കും കാനഡ ആദ്യമൊക്കെ നോക്കുമായിരുന്നു, പക്ഷേ അങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ എന്താ പറയുക, വലിയ താല്പര്യം കാണിച്ചില്ല. കാരണം ക്രൂസിലായിരുന്നു, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഫാമിലിയായി 2 പിള്ളേരൊക്കെ ആയപ്പോഴത്തേനും ഇനിയിപ്പോൾ ഒരുമിച്ച് സെറ്റിൽ ആവാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ കാനഡയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ എന്താവുന്നെന്ന് പറഞ്ഞുകൂടാ.
ലെറ്റ്സ് സീ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനുള്ള ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്യുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ.